ആരാ പേരെന്താ? കയ്യട അയ്യപ്പൻ. സ്വദേശം? മലയല്ല. ഏത് മലയില്? ഏത് മല വേണം? ഏതെങ്കിലും മലയുടെ പേര് പറ. എന്നാ ശബരിമല. തുടക്കമാണോ അതോ? തുടക്കമാണെന്ന് വെച്ചോ. എങ്ങനെ ഇവിടെ ഒന്ന് പെട്ടു? എങ്ങനെയാ ഇവിടെ വന്നതെന്ന്? നക്ഷത്രത്തിൽ. എന്ത് വേണം? ബീഡി ഉണ്ടോ ഒരു തീപ്പെട്ടി എടുക്കാൻ? എന്താ? തീപ്പെട്ടി ഉണ്ടോ ഒരു ബീഡി എടുക്കാൻ? അപ്പോ ബീഡിയും തീപ്പെട്ടിയും രണ്ടും വേണം അല്ലേ? നെട്ടൂർ സ്റ്റീഫൻ, ഡി കെ ആന്റണി, ഉണ്ണി താൻ, ഉണ്ണിത്താൻ, ലാൽ സലാം സഖാക്കളെ. ലാൽ സലാം. സഖാവ് പോറ്റിസാർ തന്നയച്ചതാണ്. ഈ ചായ ഒന്ന് അപ്പുറത്ത് കൊടുത്തിട്ട് വാ. നിങ്ങളെന്താണ് ഇവിടെ ചായക്ക് വെച്ചോടത്തോടെ? അതവിടെ വെച്ചിട്ട് ഇത് അപ്പുറത്ത് കൊടുത്തിട്ട് വരാൻ പറഞ്ഞപ്പോ അതോ പേടിപ്പിച്ചില്ലേ? ഞമ്മള് പേടിച്ചു. എന്താണ് ഇവിടെ എന്താ എടുത്തി? ഈ ചായ ഒന്ന് അപ്പുറത്തുനിന്ന് കൊടുത്തിട്ട് വരാൻ പറഞ്ഞപ്പോ അവന് 100 ചോദ്യ. അയ്യപ്പന്റെ കാശെന്തോ ഇരിപ്പുണ്ട്? എന്റെ ഒന്നുമില്ലാതാണോ ഈ പണിക്ക് ഇറങ്ങി തിരിച്ച്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ പണിക്ക് വരും. അല്ല ചായ വരൂലേ? ചക്കാത്ത ചായ വന്നാ കുടിക്കാം. ഉണ്ണിത്താൻ ചേട്ടാ ചായ. എന്റെ ദൈവമേ, അയ്യോ ചായ അന്നമ്മ കൊണ്ടുവന്നോ? ലാൽ സലാം. എന്താ എന്താ പറഞ്ഞ? ഒന്നുമില്ല, ഇവിടെ പറഞ്ഞാണ്. നിങ്ങളുടെ നേതാവ് എവിടെ? നേതാവോ? അതെ, എല്ലാം എനിക്കറിയാം. നിങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാ അല്ലേ? പുറത്തു പറയരുത് അന്നമ്മേ. കഴുത്തു പോകുന്ന കാര്യം അല്ലേ? നിങ്ങളുടെ നേതാവ് എവിടെ? നെട്ടൂർ സ്റ്റീഫൻ. സ്ഥലം പറയണ്ട. എപ്പോ വരും? അതിപ്പോ വന്നെങ്കിലേ പറയാൻ പറ്റൂ. വന്നാലുടനെ എന്നെ അത്യാവശ്യമായി കാണാൻ പറയണം. ചായ കുടിച്ചോ, ചൂട് കൊണ്ട. കയ്യടയ്യപ്പോ. കടപ്പുറത്തൊരു ദിനം ദൂറാനിരിക്കുമ്പോ നടുപ്പുറത്തൊരു കൊതുപാറിയേ. തല്ലാനും കിട്ടുന്നില്ല, കൊല്ലാനും കിട്ടുന്നില്ല, പള്ളയനർവനം മുട്ടുന്നുണ്ടല്ലോ. ഇണ്ടല്ലോ. എന്താണ് മാഷ? എന്താണ് മാഷ? എന്താണ്? നമ്മളെ മാഷ് വന്നിക്കണ്. തന്റെ മാഷായിരിക്കും. എന്താ കാര്യം ചോദിക്കും? എന്താണ് കാര്യം മാഷ? എന്താണ്? അകത്തോട്ട് വരട്ടാൻ ചോദിക്കും. അകത്തോട്ട് വരട്ടെ. വേണ്ട. മാണ്ട പോറേ. എന്തിനാ അന്നമോ കിന്നമോ എന്ന് പറഞ്ഞ് എന്റെ പുറകെ നടക്കുന്നത്? അയ്യോ, കിന്നമ്മോ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. എനിക്ക് അന്നമ്മയോട് ഒരു കാര്യം പറയാനുണ്ട്. എന്തുവാ കാര്യം? വീട്ടിൽ വെച്ച് കണ്ടപ്പം പറഞ്ഞൂടായിരുന്നോ? വീട്ടിൽ വെച്ച് പറയാൻ കൊള്ളാവുന്ന കാര്യമല്ല. എന്താണ്? മോപത്താണ് അണി. നോക്കി അച്ഛാ, ഇതെങ്ങനെ അപ്പച്ചൻ അറിഞ്ഞാലുണ്ടല്ലോ. മയ്യത്തായതന്നെ മാഷേ. അപ്പൊ പറയണ്ടേ? വേണ്ട, എനിക്ക് കേക്കണ്ട. ഞാൻ പോവാ. സത്യമായിട്ട് ഞാൻ പോവും. പോവാനേ? വണ്ടി വിട്ടേ പോട്ടെ. അന്നമ്മോ, എനിക്ക് തന്നെ ഇഷ്ടമാ. തനിക്ക് എന്നെ ഇഷ്ടമാണോന്ന് നാളെ പറയണം. ഇപ്പൊ തന്നെ പറയാം. അല്ല. അയ്യോ, അങ്ങനെ പെട്ടെന്നൊന്നും പറയരുത്. വീട്ടിൽ പോയിരുന്ന് നന്നായിട്ട് ആലോചിക്കുമ്പോ ചിലപ്പോ അഭിപ്രായം മാറും. അച്ചായ ഒന്ന് പോകുന്നുണ്ടോ? ഞാൻ പോവാ. നാളെയും വരും, നാളെയും പറയും. നാളെ പറയണം കേട്ടോ. ഞമ്മള് പറഞ്ഞാ മതിയാ? ഞമ്മക്ക് നിങ്ങള് പെരുത്തിഷ്ടാണ്. വിട്ടോളിയും പോയി. എന്താണ്? മഹബത്തി. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പൂറ തിരക്കിട്ടാണ്ടു കുറയായി. കമ്മ്യൂണിസ്റ്റ് ചുമ്മാ തിരടോ. പിന്നെ അല്ലാണ്ട് പോറ്റി സാറേ, ഇതൊരു പാഴ്വേലയല്ലയോ? ഇതിൽ അച്ചടിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വിവരം എത്ര പേർക്കുണ്ടെന്നാ? നമ്മള് വായിച്ച് മനസ്സിലാക്കി കൊടുക്കണം. എന്നാ പിന്നെ അതങ്ങ് കൊണ്ട് പറഞ്ഞാ പോരെ. ഉണ്ണിത്താനെ, ഉറക്കം വരുന്നുണ്ടെങ്കിൽ പോയി കിടന്ന് ഉറങ്ങ. അല്ല, ഞാൻ പറഞ്ഞ ശരിയല്ലയോ സാറേ? അല്ല ഉണ്ണിത്താനെ, അച്ചടിച്ച അക്ഷരങ്ങളുള്ള ഈ നോട്ടീസ് അവർ ഓരോരുത്തരും സൂക്ഷിച്ചു വെക്കും. പാർട്ടി അവർക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരമായിട്ടാ അവർ നോട്ടീസിനെ കാണുന്നത്. ജനങ്ങൾക്ക് നമ്മളിലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഒളിച്ച് നമ്മൾ എത്തിക്കുന്ന ഈ നോട്ടീസുകളിലാണ്. പോറ്റി സാർ നാളെ അല്ലേ പോകുന്നത്? ഇന്ന് രാത്രി ഇപ്പൊ തന്നെ കണ്ണൂരെത്തണ്ടേ? നെട്ടൂരാനെ, ഒരു 10 നോട്ടീസ് ഞാൻ എടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് കമ്മിറ്റി സഹാക്കൊക്കെ കൊടുക്കാനാ. പോവാൻ സേതു. സഖാവ് എന്നെ ആ സ്റ്റാൻഡിലൊന്ന് ഇറക്കണം. സേതുവിനെ കോവിലകത്തും. ആയിക്കോട്ടെ. ലാൽ സലാം. സേതു, കാലത്ത് തന്നെ നോട്ടീസ് സമയത്തിൽ എത്തിച്ചേക്കാം. വരട്ടോ.
സമാജത്തിൽ സേതു ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാവൂ. മറ്റാരെ ഏൽപ്പിക്കരുത്. ആര് ചോദിച്ചാലും ഇതെന്താണെന്ന് പറയരുത്. സംശയത്തോടെ തന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നതായിട്ട് തോന്നിയാൽ മതി മതി, ഇനി എന്നെ വരട്ടരുത്. ഇപ്പോഴേ കൈയും കാലും തളരുന്നു. എന്തിനാ കൈയും കാലം തളരുന്നത്? എന്റെ അനുവാദം ചോദിച്ചോണ്ടാണോ കൈയും കാലും തളരുന്നത്? ഇതെല്ലാം കേട്ടിട്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ മൊത്തത്തിൽ ഒരു കള്ള ലക്ഷണമായിരിക്കും എനിക്ക്. അല്ലെങ്കിലും ലക്ഷണം അത് തന്നെ. ആണോ? ആ അച്ചായോ എന്താ അന്നമ്മേ? കഴിക്കാൻ വരുന്നില്ലയോ? അപ്പച്ചൻ കാത്തിരിക്കുക. അന്നമ്മ പോയിക്കോ, ഞാൻ ദാ വന്നു. എന്താ ശിവ? എന്താ അന്നമ്മേ? അച്ചോ, ഞങ്ങളുടെ കല്യാണം ഇപ്പൊ നടത്തി തരണം. കല്യാണം നടത്തി തരാനോ? എന്താ സ്റ്റീഫായി പറയുന്നേ? അച്ഛൻ സഹായിക്കണം. സഹായിക്കണം എന്ന് പറഞ്ഞാ 3 തവണ വിളിച്ചു അല്ലാതെ കല്യാണം നടത്താൻ പറ്റുമോ? വിളിച്ചു അല്ലാതെ കല്യാണം നടത്താൻ ഞങ്ങൾക്ക് പാർട്ടി ഓഫീസ് ഉണ്ടച്ചോ. പള്ളിയിൽ വെച്ച് കല്യാണം നടത്തണം എന്നുള്ളത് അന്നമ്മയുടെ വിശ്വാസമാണ്. ഇതൊരു അപേക്ഷയാണ് അച്ചോ. അച്ചോ, കർത്താവിന്റെ നാമത്തിൽ ഞങ്ങളെ രക്ഷിക്കണം അച്ചോ. സ്നേഹമുള്ളവരെ, പള്ളി പിരിഞ്ഞിട്ടില്ല. എല്ലാവരും തിരിച്ചു വരണം, തിരിച്ചു വരണം. നെട്ടൂർ തോമാച്ചൻ, ശരിയല്ലേ? അതെ. നെട്ടൂർ തോമാച്ചന്റെ മകൻ സ്റ്റീഫന്റെയും മേടയിൽ ഇട്ടിച്ചന്റെ മകൾ അന്നമ്മയുടെയും വിവാഹം നടത്തി കൊടുക്കാൻ പോവുകയാണ്. കല്യാണം നടത്തുമോ? എന്നെ ഏർപ്പാടാ ചെയ്തത്. വിളിച്ചല്ലോ. നിയമവ്യവസ്ഥ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവരെ രക്ഷിക്കാൻ പള്ളിക്ക് ഇത് നടത്തി കൊടുക്കണം. ഉണ്ണിത്താനെ, ആ കണ്ടു കണ്ടു. അച്ചോ, ഈ നിൽക്കുന്ന ഞങ്ങളുടെ പെങ്ങളെ പള്ളിയിൽ നിന്ന് ഞങ്ങൾ അറിയാതെ തട്ടിക്കൊണ്ട് വന്നതാ ഇവൻ. അല്ല, അന്നമ്മ സോമനസാലെ സ്റ്റീഫന്റെ കൂടെ ഇറങ്ങി വന്നതാണ്. അവളുടെ ആഗ്രഹപ്രകാരമാണ് ഞാൻ ഈ കല്യാണം നടത്തി കൊടുത്തത്. കല്യാണം നടത്തിയെന്നു പള്ളി വിട്ടത് സംഘർഷം പാടില്ല. അച്ഛൻ എന്നെ പള്ളി നിന്നും പഠിപ്പിക്കണ്ട. തിരുവസ്ത്രമായിട്ടുണ്ട് തോന്നിയാസം കാണിക്കുന്നത് അച്ചോ. ഞങ്ങളുടെ ഒരേ ഒരു പെങ്ങളാച്ചോ. കരയിലടാ മോനെ, മേടയിൽ ഇഷ്ടിച്ചന്റെ മക്കളാ നമ്മള്. അവക്ക് നമ്മളെ വേണ്ടെങ്കിൽ നമുക്ക് അവളെയും വേണ്ടടാ. വാടാ അച്ചോ. വിളിച്ചല്ലാതെ ഈ ഒത്തുകല്യാണത്തിന് കൂട്ടുനിന്നതിന് അച്ഛനെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് വിലക്കും. മേടയിൽ ഇട്ടിച്ചന്റെ മോനായി പറയുന്നത്. അവറാകുട്ടി, ഒരു വ്യക്തിയല്ല പള്ളി, കൂട്ടായ വിശ്വാസമാണ്. അതിന്റെ അധിപൻ കർത്താവായ ഈശോ മിശിഹയാണ്, മേടയിൽ ഇട്ടിച്ചതല്ല. സ്നേഹിച്ചു പോയ 2 മനസ്സുകളെ ഒന്നിപ്പിച്ചത് പാപമാണെങ്കിൽ അതിന്റെ ശിക്ഷ അച്ഛൻ അനുഭവിച്ചോളാം. അന്നക്കുട്ടി, ഞങ്ങൾ പോവാടി. ഇനി മേടയിൽ ഇട്ടിച്ചൻ ഇങ്ങനെ ഒരു മകളില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പെങ്ങളുമില്ല. നീ ചത്തുപോയതായിട്ട് ഞങ്ങൾ കരുതിക്കോളാവടി. വാടാ. ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ്. സിന്ദാബാദ്. അയ്യോ, ഈ ചുമന്നുകൊണ്ട് നടക്കുന്ന വയസ്സൻ ആനയുടെ അത്ര ആവേശമില്ലല്ലോ ആനപ്പുറത്തിരിക്കുന്ന സഹാവിന്റെ ചിന്താബാദ് വിളിക്ക്. നല്ല സ്ട്രോങ് ആയിട്ടൊരു ചിന്താബാദ് തന്നെ. ഇൻകുലാബ് സിന്ദാബാദ്. ആ, മോന് വിശക്കുന്നുണ്ടല്ലേ? ഇല്ല. ഉണ്ടോട്ടെ, എനിക്കറിയാം. മോൻ ഇറങ്ങി അമ്മച്ചിയോട് എന്ന് പറ മേശപ്പുറത്ത് എല്ലാം വിളമ്പി വെക്കാൻ. ആ. ഉണ്ണിത്താനെ, ഓ. ആ. പാർട്ടിക്കാരുടെ മുമ്പില് ഞാനിപ്പം വെറും മുതലാളി മാത്രമാണോ? അതുകൊണ്ട് ഇപ്പൊ 4 നേരം വല്ലതും കഴിച്ചോണ്ട് കിടക്കുന്നു. അന്ന് നല്ല ബുദ്ധി തോന്നി ഇത്രയും ഉണ്ടാക്കി ഇട്ടില്ലായിരുന്നെങ്കിൽ
സഖാവ് നെട്ടൂരാൻ ഇപ്പൊ പട്ടിണി കോലമായി. അന്നമ്മ പറയി പെറ്റ് പന്തിരികുലം പോലെ 12 എണ്ണത്തിനെയും പെറ്റ്. അതുങ്ങളെല്ലാം കൂടി വല്ല പലഹാരക്കടയുടെ മുമ്പിലും ചെന്ന് നിന്ന് വായി നോക്കി കൊതിവെള്ളം ഇറക്കുന്നുണ്ട് സഹിക്കാൻ വയ്യാതെ മൊയിലാളി വല്ല കടപ്പുറത്തും ചെന്ന് വിഷമടിച്ച് ചത്തു കഴിയുമ്പോ അന്നമ്മയും പിള്ളേരെയും പിടിച്ചു നിർത്തി ഒരു ഫോട്ടോയും എടുത്ത് പത്രസമ്മേളനവും നടത്തി നെട്ടൂരാൻ കുടുംബസഹായ ഫണ്ട് ഉണ്ടാക്കി പുഴുങ്ങി ഊട്ടി ഒലത്തിയേനെ പാർട്ടിയിലെ കരിങ്കാലികള്. മതി മതി മതി. എന്താ പിടിക്കുന്നില്ലേ? മതി എങ്കി മതി. മൊയിലാളി എങ്കി മൊയിലാളി. ഉണ്ണിത്താൻ പോയി വല്ലതും കഴിക്കേ. പിന്നെ പറഞ്ഞില്ലേ? ആ 32 ലക്ഷം. 35 ലക്ഷം. എന്താ? എങ്കിൽ 45 ലക്ഷം. 45 ലക്ഷം. 45 ലക്ഷം ഒരു തരം, 45 ലക്ഷം 2 തരം, 45 ലക്ഷം 3 തരം. ലേലം നെട്ടൂർ എന്റർപ്രൈസസ് ഉടമ നെട്ടൂർ സ്റ്റീഫന്റെ പേരിൽ സ്ഥിരപ്പെടുത്തുന്നു. 45 ലക്ഷത്തിന് എവിടെ മുതലാകാനാ? ലേലം എനിക്ക് വിട്ടുതരണം. വെറുതെ വേണ്ട. 5 ലക്ഷം രൂപയുണ്ട്. എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാ. അല്ലെങ്കിൽ ഞാനങ്ങ് വിട്ടുകളഞ്ഞേനെ. നെട്ടൂരാൻ അറിയാൽ ഒരു 35 ലക്ഷത്തിന് ലേലം എനിക്ക് ഉറപ്പിച്ചു കിട്ടും. കഷ്ടിച്ച് നിന്ന് പിഴയ്ക്കാം. ശരി, ഞാൻ ഇറങ്ങട്ടെ. ഇതെത്രയുണ്ട്? 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപയെ ലേലത്തിൽ നിന്ന് പിന്മാറാൻ 5 ലക്ഷം രൂപ എറിയണമെങ്കിൽ ചുരുങ്ങിയത് 50 ലക്ഷം രൂപയെങ്കിലും ഒറ്റയടിക്ക് അയാൾ ഉണ്ടാക്കും. കള്ള ബെടുവ. പാർട്ടിയിൽ അവൻ എനിക്കിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഉണ്ണിത്താനെ. പണിഞ്ഞാൽ എനിക്കും പണി അറിയാമെന്നൊന്ന് കാണിച്ചു കൊടുക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിന് കള്ളനോട്ടോ വല്ല ആണോ? മൊത്തത്തിൽ അയാൾ ഒരു വ്യാജനാ. പിന്നെ അച്ചായോ ഏ ഫെലിക്സ് അച്ഛൻ കാണാൻ വന്നിരിക്കുന്നു. ആ വരുന്നു. പറയാനുള്ളത് പറയേണ്ട സമയത്ത് ഉണ്ണിത്താൻ പറഞ്ഞില്ല എന്ന് പറയരുത്. 5 ലക്ഷം രൂപയും കൊണ്ട് അസ്ത്രമിട്ട പോലെ ഫെലിക്സ് അച്ഛൻ പോയത്. പാർട്ടി ഉണ്ടാക്കി ഇന്നിപ്പോ പാർട്ടിയിൽ ആരും അല്ലാതായി. റവന്യൂ എൻഫോഴ്സ്മെന്റ് ആണ്. ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. എന്തിനാ? ഇവിടെ കള്ളപ്പണമൊന്നും ഇരിപ്പില്ല. ഇൻകം ടാക്സ് റിട്ടേണുകൾ കൃത്യമായിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. പിന്നെന്തിനാ ഇപ്പോൾ ഒരു സെർച്ച്? ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്, ഞങ്ങൾക്ക് ചെയ്തേ പറ്റൂ. ക്യാരി ഓൺ. റവന്യൂ എൻഫോഴ്സ്മെന്റ്, ഞങ്ങൾക്ക് ഈ ഹോട്ടൽ ഒന്ന് പരിശോധിക്കണം. സാർ മുതലാളി ഒന്ന് വിളിക്കണം. നോ 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 നോ, പുറത്തേക്ക് ഇറങ്ങണം. ആ നിങ്ങളിവിടെ ഇരിക്കണം. നിങ്ങൾ കൂടെ വരണം. കൂടെ ചെല്ലു ഉണ്ണിത്താനെ. ദേവകിയമ്മയ്ക്ക് നാളെ വീട്ടിലോട്ട് പോണേ പോയേച്ചുവാ. അന്നമ്മോ, അടുക്കളയിൽ നിന്ന് ഇറങ്ങി കൊടുത്തേ. ആ എന്തിനാ? ഈ സാറന്മാർക്ക് ഇവിടെ എല്ലാം ഒന്ന് പരിശോധിക്കണം. ആ ഇറങ്ങണം. എനിക്കറിയില്ല സാർ. അറിഞ്ഞൂടെ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. സെർച്ച് ചെയ്യ്. ഇറങ്ങൂടെ ഇങ്ങോട്ട്. റോങ് നമ്പർ. കഴിഞ്ഞോ? കഴിഞ്ഞു. ഇവിടെ ബ്ലാക്ക് മണി ഉണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീട് സെർച്ച് ചെയ്തത്. ഇതിന്റെ പേര് സെർച്ച് എന്നല്ല, ഈ കാണിച്ചിട്ടിരിക്കുന്നതിന്റെ പേര് തെമ്മാടി തരമെന്നാ. മുതലാളി ചോദിക്കണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. വരട്ടെ. നിന്നേ, 2 കാര്യങ്ങൾ ചെയ്തിട്ടേ ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റൂ. എന്റെ വീട് സെർച്ച് ചെയ്തിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് എഴുതി ഒപ്പിട്ട് തന്നിട്ട് പോണം. 2, ഈ വാരി വലിച്ചിട്ടിരിക്കുന്ന സാധനങ്ങള് പഴയതുപോലെ ഇരുന്നെടുത്ത് അടുക്കി വെച്ചിട്ട് പോണം. ഒരുപാട് മുതലാളിമാരെ കണ്ടിട്ടുള്ളതാ ഞങ്ങള്. വെറുതെ പ്രഷർ കൂട്ടണ്ട. പ്രഷറും പ്രമേഹവും ഉള്ള മുതലാളിമാരെ നീയൊക്കെ കണ്ടിട്ടുള്ളൂ. ഒരടി മുമ്പോട്ട് വെച്ച് അടിച്ച് പല്ലേം താഴെയിടും. എന്തിനാ ഇങ്ങനെ ഒച്ചത്തിൽ സംസാരിക്കുന്നത്? സാർ ഇരിക്കണം. അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ അതുപോലെ എഴുതി ഒപ്പിട്ട് കൊടുത്താട്ടെ. അപ്പോഴത്തേക്ക് ഞാനും പാസിയും കൂടി ഇതൊക്കെ അടുക്കി വെച്ചോളാം. സാർ എന്നാട്ടെ. സാറും ഇരിക്കണം. വെറുതെ. പാസിയേ ഒന്ന് വന്നേരെ. ഹലോ, അതെ. നെട്ടൂരാനാണ്ടോ? റെയ്ഡ് കഴിഞ്ഞ് താൻ പറഞ്ഞയച്ച അവന്മാര് പോയി. താൻ തന്ന 5 ലക്ഷം രൂപയും കൊണ്ടുപോയി. ലേലം എന്റെ പേരിൽ ഞാനങ്ങ് സ്ഥിരപ്പെടുത്താൻ പോവാ. എതിരഭിപ്രായമൊന്നുമില്ലല്ലോ? ആ, അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ. നീ എന്നോട് കളിക്കല്ലേ. നിന്നെ ഞാൻ കളി പഠിപ്പിക്കുവാടാ കണ്ണ മുതലാളി.
നിർത്ത് 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 വണ്ടി നിർത്ത്. ലോറി നിർത്ത്, ലോറി നിർത്ത്. അമ്മേ, എന്താ 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 കാര്യം? ഈ ലോഡ് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അയ്യോ, ആ? ഈ ലോഡ് ഇവിടുന്ന് കൊണ്ടുപോകാൻ ഈ സാറ് സമ്മതിക്കില്ലെന്ന്. എന്താ ഇനി പ്രശ്നം? മുതലാളിക്ക് എന്നെ പരിചയമില്ല. ഞാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാ. ഓ, എന്താ എന്റെ പേര്? എന്റെ പേര് മാധവൻ. നിങ്ങൾ കണ്ണൻ മുതലാളിയുടെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടില്ലേ? അത് തിരിച്ചു കൊടുത്താലേ തടിയും കൊണ്ട് ഇവിടുന്ന് പോകും. പാർട്ടി തീരുമാനമാണോ സഖാവേ? അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ആവശ്യമുണ്ടടാ. കണ്ണന്റെ നക്കാപ്പിച്ചയും പറ്റി അവന്റെ വാലാട്ടിപ്പട്ടികളെ പോലെ എന്ന് ഗുണ്ടായിസം പറഞ്ഞ നീയൊക്കെയാണോടാ നെട്ടൂരാനോട് പാർട്ടിയെ പറ്റി സംസാരിക്കുന്നത്? താൻ ആരാണെന്നാണ് തന്റെ വിചാരം? പണ്ടെങ്ങോ പാർട്ടി കുറെ സിന്ദാബാദ് വിളിച്ചതിന്റെ പേരിൽ പാർട്ടിയെ തൊഴിലാളികളെ വഞ്ചിച്ച് കുറെ കള്ളക്കാശം ഉണ്ടാക്കിയെന്നല്ലാതെ തനിക്ക് എന്തോന്നാണോ പാർട്ടിയോടുള്ള ബന്ധം? പണ്ടെങ്ങോ സിന്ദാബാദ് വിളിച്ചെന്നോ? എടാ, എന്നെ പോലുള്ളവർ വിളിച്ച സിന്ദാബാദ് പാഴായി പോകാത്തോണ്ടാ നീയൊക്കെ സഖാവ് ചമഞ്ഞ് നടക്കുന്നത്. ലേലം പിടിക്കാൻ അറിയാമെങ്കിൽ ഇവിടുന്ന് തടി കൊണ്ടുപോകാനും നെട്ടൂരാൻ അറിയാമെന്ന് നിന്റെ കണ്ണം മുതലാളിയോട് പറഞ്ഞേക്ക്. ഉണ്ണിത്താനെ വണ്ടി എടുക്ക. ദിവാര വണ്ടി എടുക്ക. ഈ കുഴിയാനെ ഒന്ന് തളയ്ക്ക്. വിട്ടോ മാറി നിൽക്ക് കുഞ്ഞുങ്ങളെ, വണ്ടി കടവയ്ക്കല്ലേ. പുറകിൽ വണ്ടി വരുന്നുണ്ടേ. എന്റെ മണ്ഡലത്തിലെ ലോക്കൽ കമ്മിറ്റി സഖാവിനെയാണ് നെട്ടൂരാനും ഗുണ്ടകളും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത്. ഒരു തർക്കത്തിന് മധ്യസ്ഥത പറയാനാണ് സഖാവ് മാധവൻ അവിടെ ചെന്നത്. എന്ത് തർക്കം? നെട്ടൂരാൻ കോൺട്രാക്ടർ കണ്ണൻ സാറിന്റെ കയ്യിൽ നിന്നും 5 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട്. അത് നിൽക്കട്ടെ, ഈ പറയുന്നത് പാർട്ടിയുടെ കാര്യമല്ല. പാർട്ടിയുടെ കാര്യമാണ്. കണ്ണൻ പാർട്ടി അനുഭാവിയും നെട്ടൂരാൻ പാർട്ടി മെമ്പറുമാണ്. ഇതിനു മുൻപും നെട്ടൂരാൻ കണ്ണന്റെ വീട്ടിൽ കയറി ചീത്ത വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി കണ്ണൻ എന്നോട് പരാതിപ്പെട്ടിട്ടുണ്ട്. പരാതിപ്പെടേണ്ടത് പോലീസ് സ്റ്റേഷനിലാണ്, അല്ലാതെ പോലീസ് മന്ത്രിയോടല്ല. സഖാക്കളെ, നെട്ടൂരാൻ ഒരു സഖാവിനെ കയ്യേറ്റം ചെയ്തത് തെറ്റ് തന്നെയാണ്. കണ്ണനെ പാർട്ടിയുടെ ഒരു അനുഭാവിയായി പൊക്കി കാണിക്കാൻ ഇവിടെ ചിലർ ശ്രമിച്ചതുകൊണ്ട് എനിക്കും ചിലത് പറയാനുണ്ട്. പാർട്ടിയിലെ ചില സഖാക്കളുടെ പിൻബലത്തോടെ കണ്ണൻ നെട്ടൂരാനെ പലതരത്തിലും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതായി എനിക്കറിയാം. കൂപ്പുലേലത്തിൽ നിന്നും പിന്തിരിയാൻ നെട്ടൂരാൻ 5 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തിട്ട് റവന്യൂ എൻഫോഴ്സ്മെന്റിൽ നെട്ടൂരാന്റെ വീട്ടിൽ കള്ളപ്പണവരിപ്പുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്ത് അയാളെ കൊടുക്കാൻ നോക്കി ഈ കണ്ണൻ. പച്ച കള്ളമാണ് മിനിസ്റ്റർ പറയുന്നത്. നിങ്ങളുടെ തോന്നിവാസത്തിന് കൂട്ടു നിൽക്കുന്ന ഒരുത്തനെ പിടിച്ച് മുതലാളിയാക്കി കള്ളക്കാശിന്റെ അഹങ്കാരത്തിൽ അവൻ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളെയൊക്കെ ന്യായീകരിച്ച് സംസാരിക്കാൻ മിനിസ്റ്റർക്ക് നാണമില്ലേ? നോ, മിനിസ്റ്റർ സേതുലക്ഷ്മി അല്ലെങ്കിൽ സഖാവ് സേതുലക്ഷ്മി. ഞാൻ നിങ്ങളെ മിനിസ്റ്റർ എന്നാണ് സംബോധന ചെയ്തത്. നെട്ടൂരാനെ സസ്പെൻഡ് ചെയ്യണം പോറ്റി സാർ. പാർട്ടി ഡിസിപ്ലിന്റെ ആവശ്യമാണ്. സസ്പെൻഷൻ അല്ല, ഡിസ്മിസ് ചെയ്യണം. അതെ, ഡിസ്മിസ് ചെയ്യണം. എന്തിനാ മുതലാളിമാർ നമ്മുടെ പാർട്ടിക്ക്? പോറ്റി സാർ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഏതായാലും ഈ പോക്ക് പാർട്ടിയുടെ ഐക്യത്തിന് യോജിച്ചതല്ല. നെട്ടൂരാന്റെ ഗുണ്ടായുസം അവസാനിപ്പിക്കുക. നെട്ടൂരാനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക. നെട്ടൂരാന്റെ ഗുണ്ടായുസം അവസാനിപ്പിക്കുക. ഇതൊരു കള്ളക്കടത്ത് കോട്ടയാണ്. എന്നെ പോലൊരു തൊഴിലാളിയെ കയ്യേറ്റം ചെയ്ത മുതലാളി നെട്ടൂരാന്റെ നട്ടല്ലൊടിച്ച് എന്റെ കാൽക്കൽ കൊണ്ടിടാൻ കഴിവില്ലാഞ്ഞിട്ടല്ല ഈ പ്രതിഷേധ യോഗത്തിലൂടെ പാർട്ടി ഈ പ്രശ്നം കൈകാര്യം ചെയ്യുന്നത്. ഒരു താക്കീതിലൂടെ ഒതുക്കാവുന്ന ഗുണ്ടായുസമേ ഈ മുതലാളി ശുംഭന്റെ കയ്യിലുള്ളൂ. ഇവനെന്താ മുതലാളിയായതെന്ന് എല്ലാവർക്കും അറിയാം. മേടയിൽ ഇട്ടിച്ചെന്ന നല്ലവനായ ഒരു മനുഷ്യന്റെ ബാല്യക്കാരായി നിന്ന് അവിടുത്തെ പഴങ്കഞ്ഞി കുടിച്ച് ആ മുറ്റ തന്തി ഉറങ്ങി സഖാവ് ചമഞ്ഞ് ഇട്ടിച്ചന്റെ ഒരേ ഒരു മകൾ അന്നമ്മയും കൊണ്ട് ഒളിച്ചോടിയ ഭീരുവാണ് ഇന്നത്തെ നെട്ടൂരാൻ മുതലാളി. ഇയാളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് പോലും. പാർട്ടിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇയാളുടെ മറ്റൊരു അവകാശവാദം. വളരെ ശരിയാണ്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒളിവിലെ സഖാവായി പാവപ്പെട്ട കർഷക കുടിലുകളിൽ കയറിപ്പറ്റി ഒരുപാട് അവിഹിത ഗർഭങ്ങൾ ഉണ്ടാക്കി ഒരുപറ്റം അനാഥ കുഞ്ഞുങ്ങളെ പട്ടിണി കിടക്കാൻ പടച്ചുവിട്ടിട്ടുണ്ട് ഇയാൾ. പേ പിടിച്ചവനെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ? പറ്റില്ല. ഒറ്റ മാർഗമേ ഉള്ളൂ. പേപ്പട്ടിയെ പറ്റുന്നത് പോലെ തല്ലിക്കൊല്ലണം. ഈ ദേവകിയമ്മ നിങ്ങളാണോ? ആന്നേ, നിങ്ങൾ മാധവന്റെ ആരാ? തള്ളയാന്നേ. ഇപ്പൊ എത്ര ദിവസമായി അവനെ കാണാതായിട്ട്? ഇന്നേക്ക് 2 ദിവസമായി. നിങ്ങളോട് പറയാതെ അവൻ എവിടെയെങ്കിലും പോകാറുണ്ടോ? പറയാതെ പോവാറുള്ളൂ. പക്ഷെ രാത്രി എത്ര ഇരുട്ടിയാലും വീട്ടിലെത്തും. അങ്ങനെയാണെങ്കിൽ രാത്രി വീട്ടിലെത്തായിരുന്നപ്പോ അത് നേരത്തെ വന്ന് അറിയിക്കാത്ത എന്താ നിങ്ങളെ? പാർട്ടിന്നും പറഞ്ഞു പോകുമ്പോ ചിലപ്പോ ഒരു ദിവസം കഴിഞ്ഞൊക്കെ വീട്ടിലെത്താറുള്ളൂ. വരത്തില്ലെങ്കിൽ ആ വിവരം ആരോടെങ്കിലും പറഞ്ഞയക്കും. അതാ ഒരു ദിവസം കാത്തത്. ഇന്ന്
ഇന്ന് കാലത്ത് ഈ കൊച്ചന്മാര് വന്ന് പറഞ്ഞപ്പോഴാ ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നത്. എന്ത് കാര്യങ്ങള്? ഒരു വിരളി പിടിച്ച കൊച്ചനാ സാറേ. ആരെങ്കിലും ഒന്ന് തിരുക്കി വിട്ടാ മതി, അതിന്റെ പുറകെ വഴക്കും വക്കാണുമായിട്ട് പോകും. കൂപ്പിൽ ഒരു മുതലാളിയുമായിട്ട് വഴക്കിട്ടെന്നും ഇവന്മാരെല്ലാം കൂടെ മീറ്റിംഗ് കൂടി അന്നേരെ ചീത്ത വിളിച്ചു നോക്കിയാ പറയുന്നേ. ചീത്തയൊന്നും വിളിച്ചില്ല സാർ. കൂപ്പിൽ വെച്ച് നെട്ടൂരാൻ മുതലാളി സഖാവ് മാധവനെ അടിച്ചു. അതിൽ പ്രതിഷേധിക്കാൻ കൂടിയ യോഗത്തിൽ സഖാവ് മാധവൻ നെട്ടൂരാനെതിരെ ശക്തിയായി പ്രസംഗിച്ചു. അതിനുശേഷം മാധവനെ കാണാതായത്. എസ് ഐ. ആ, ഞാൻ കോൺട്രാക്ടർ കണ്ണനാ. നമസ്കാരം. ഉണ്ട് സർ, ഞാൻ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസമായി അയാളെ കാണാതായിട്ട്. പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാ. പാർട്ടിയിൽ ഇപ്പോൾ അത് പരസ്യമായിട്ടില്ല. അറിയാം, ഉടനെ അന്വേഷിക്കാം സാർ. ഞാൻ വേണേ മിനിസ്റ്ററെ വിളിച്ചു പറയാം. നോ, ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ എനി എക്സ്പ്ലനേഷൻ. ഒരു പാർട്ടി പ്രവർത്തകനെയാണ് കാണാതായിരിക്കുന്നത് 2 ദിവസമായിട്ട്. ഇന്ന് രാവിലെയാണ് അവർ സ്റ്റേഷനിൽ പരാതിപ്പെട്ടത്. ഞാൻ അന്വേഷിച്ചു. എന്ത് അന്വേഷിച്ചു എന്നാ നിങ്ങൾ ഈ പറയുന്നത്? പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്ത് നടപടി എടുത്തു എന്നാ ഞാൻ ചോദിച്ചത്. എല്ലാ സ്റ്റേഷനിലും മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ട്. സ്റ്റുപ്പിഡ്. കാണാതായ ഒരുത്തൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഹാജരാകണോ? ഐ എം സോറി മാഡം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പാർട്ടിയിൽ തന്നെ ഒരു VIP-യുടെ പേരിലെ ആരോപണം. പാർട്ടിയിലെ VIP-യോ? താനാരാ? IG ഓ പോലീസോ പാർട്ടി സെക്രട്ടറിയോ? 24 മണിക്കൂറിനുള്ളിൽ കാണാതായ ആളെ നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കണം. ദാറ്റ്സ് ആൻ ഓർഡർ. യു ക്യാൻ ഗോ. മിസ്റ്റർ നെട്ടൂരാൻ ഒരു അറസ്റ്റ് വാറന്റ് ഉണ്ട്. മാധവൻ എന്നൊരാളെ കാണാതായ കേസിൽ മിസ്റ്റർ നെട്ടൂരാനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാനുള്ള മജിസ്ട്രേറ്റ് വാറണ്ട് അത്. വിലങ്ങ് വെക്കണ്ടായോ? ഞങ്ങളോട് ചൂടായിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് എങ്ങനെ ഡ്യൂട്ടി ചെയ്യണം. സാർ സഹകരിക്കണം. വരണം. സാർ ഇവിടെ കയറാം. കുറ്റവാളികൾ പുറകിലേ ഇരിക്കാറുള്ളൂ. ഞാനും കൂടെ. വേണ്ട ഉണ്ട് തന്നെ. അന്നമ്മ വരുമ്പോ ഞാൻ പുറത്തു പോയിന്ന് മാത്രം പറഞ്ഞാൽ മതി.